സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ നമ്മൾ വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാക്കുന്നത്. ഒരാളുമായിട്ട് എങ്ങനെ വർക്കിംഗ് റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉണ്ടാക്കണമെങ്കിൽ ഇത് സാധാരണ ട്രഡീഷണൽ മറ്റുള്ള എംപ്ലോയ്മെന്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഈ വർക്കിംഗ് റിലേഷൻഷിപ്പ് വെറുതെ ആള് തമ്മിൽ ഒരു ബന്ധം ഇല്ലാതെയും കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മതി. രാവിലെ ഫീൽഡ് വർക്കിനുള്ള ആ ഒരു സമയത്ത് മാത്രം ആവശ്യമുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ലൈഫ് ലോങ് 3 തലമുറ പാസ് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ ഞാൻ എന്റെ കാലശേഷം അല്ലെങ്കിൽ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിങ് കാലശേഷം എന്ത് വെച്ചാൽ എന്റെ മക്കളും അവരുടെ മക്കളും തമ്മിൽ ചെയ്യേണ്ട ബിസിനസ്സാണ് ഈ പറഞ്ഞ സംഗതി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫാമിലി പോലത്തെ ആ ഒരു ട്രസ്റ്റും ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ എന്ത് വെച്ചാൽ ഈ പറഞ്ഞ സ്നേഹത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ സംഗതി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമുക്ക് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഫീൽഡ് വർക്ക് മാത്രമല്ല, മൊത്തത്തിൽ വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടണം. ഈ ഇഷ്ടപ്പെടുമ്പോൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയതുകൊണ്ട് ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഏതൊരു വ്യക്തിക്കും പ്ലസും മൈനസും ഉണ്ടാവും. ഇപ്പൊ പ്രവീൺ എന്ന് പറഞ്ഞാൽ എന്നെ എടുത്ത, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണിത്. ഏതൊരു വ്യക്തി എടുത്താലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 7 മൈനസും ഉണ്ടാവും, 3 പ്ലസും ഉണ്ടാവും. ഒരു 10 കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ 7 മൈനസ് നോക്കി നിന്നിട്ട് നമ്മൾ അയാളെ വെറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അയാളുമായിട്ട് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനോ കഴിയില്ല. എപ്പോഴും മനസ്സിലാവേണ്ട, 100 മാതാപിതാക്കളുടെ മക്കൾക്ക് 100 സ്വഭാവമാവും. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുമ്പോൾ വേറെ ആൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. അപ്പൊ ഇത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെന്നോ ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾക്ക് 10ൽ 3 പ്ലസും 7 മൈനസും ആണ് എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഒക്കെ ഉള്ള ആളുകളാവണം. അങ്ങനത്തെ വലിയ സന്യാസി വല്യമാര്, ഇപ്പം മുഹമ്മദ് നബിയൊക്കെ പോലെ വലിയ പ്രവാചകന്മാരൊക്കെ ആയാലും അത്രയും എന്തുണ്ട്, 10ൽ 9 ഒക്കെ പ്ലസ് നമുക്ക് കാണാം, അല്ലെങ്കിൽ 10ൽ 10 ഒക്കെ പ്ലസ് കാണാൻ പറ്റും. സാധാരണ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെയാവും ഈ പറഞ്ഞ മാതിരി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 10ൽ 3 പ്ലസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10ൽ 3 പോസിറ്റീവ് സൈഡ്, നല്ല സൈഡ് എന്ന് പറഞ്ഞു. ഈ ഒരു 3നെ കണ്ടിട്ട് നമ്മൾ അയാളെ ഇഷ്ടപ്പെടാൻ തയ്യാറാവണം. എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്നോട് വർക്കിംഗ് കണക്ട് ചെയ്യാൻ തയ്യാറാവുണ്ടെങ്കിലും 7 മൈനസ് ചിലപ്പോൾ ഞാൻ തന്നെ തിരുത്തേണ്ട 7 മൈനസ് അവിടെ ഉണ്ടാവും. അതിനെ അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ 3 പ്ലസ്സിൽ ആ ഒരു ഇഷ്ടം, സ്നേഹം തോന്നിക്കൊണ്ട് എന്ത് വേണം, നമുക്ക് തമ്മിൽ വർക്ക് ചെയ്യാൻ കഴിയണം. ഈ 7 മൈനസ് എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാ അറിയാം, അവനവൻ തിരുത്തണം. എന്റെ സ്പോൺസർ ആയിട്ടുള്ള റഫീഖ് സാറിന് എന്നെ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുകൊണ്ടെന്ന് റഫീഖ് സാറിന് ഒരിക്കലും എന്റെ 7 മൈനസ് തിരുത്താൻ കഴിയില്ല. പക്ഷെ എന്റെ 7 മൈനസിൽ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൂട്ടിപ്പിടിക്കാനോ എന്നെ ഉൾക്കൊള്ളാനോ ആ വ്യക്തിക്ക് കഴിയായിരുന്നില്ല. അപ്പൊ അതല്ലാതെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, എന്റെ 7 മൈനസ് എന്ത് വേണം, 7, 6 എന്റെ യാത്രയിൽ, മുന്നോട്ടുള്ള ഡയറക്ട് സെല്ലിംഗുള്ള യാത്രയിൽ ഞാൻ എന്തുണ്ടാവും, ഈ പറഞ്ഞ ടേപ്സും ബുക്സും ഫംഗ്ഷനൊക്കെ പറയുമ്പോൾ ആളുകളായിട്ടുള്ള അസോസിയേഷൻ, അതുപോലെ തന്നെ വലിയ ഫംഗ്ഷൻസ് വഴി ഒക്കെ നമ്മളിൽ വരുന്ന മാറ്റം കൊണ്ട് ഞാൻ ബോധപൂർവ്വം അറിഞ്ഞോ അറിയാതെയോ എന്റെ 7, 6 6, 5 കുറഞ്ഞു വരണം. പക്ഷെ ഇതുമായിട്ട് വിട്ടുപോകുന്ന ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് മൈനസ് കുറഞ്ഞു വരില്ല. അപ്പൊ ഞാൻ ഒരാളോട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു, നിങ്ങളുടെ താഴെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കൽ അവരുടെ ആയിരുന്ന കാര്യം. ആ വ്യക്തിക്ക് കുറ്റവും കുറവുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് കുറ്റവും കുറവുണ്ട്. നമ്മളെ കുറ്റവും കുറവും നമ്മൾ ചിന്തിക്കില്ല, അത് വേറൊരാൾ അത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടർ കാണുന്നുണ്ടാവും. നമ്മൾ ആ വ്യക്തി അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, അയാൾ അത് ശരിയല്ല, ഇത് ശരിയാന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പവർ ഓഫ് സ്പോക്കൺ വേർഡ് എന്ന് പറയും. ഈ നാവുകൊണ്ട് നമ്മളൊരാളുടെ കുറ്റവും കുറവ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ആ ആളും നമ്മളുമായിട്ടുള്ള ബന്ധം കട്ടായി പോവാന്ന് പറയും. ഈ ആള് നമ്മൾ നഷ്ടപ്പെടുക, നമ്മൾ എന്താ പറയാ, പോവാന്ന് പറയും. കാരണം മുകളിലുള്ള ആൾ തഥാസ്തു പറയുന്നതാണ്. ഒരാൾ കാര്യം പറയുന്ന സമയത്ത് അവൻ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുകളിൽ തഥാസ്തു, നമുക്ക് അതാണ് വേണ്ടതെന്ന് വെച്ച് തഥാസ്തു വരും മുകളിൽ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയും. അതോടുകൂടി എന്ത് ചെയ്യുന്ന ആളുകൾ നമ്മൾ തെറ്റിപ്പിരിഞ്ഞ് ഈഗോ കോംപ്ലക്സും വർക്കൗട്ട് ആവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അയാൾക്ക് കുറ്റവും കുറവുണ്ടെങ്കിൽ അതേ കുറ്റവും കുറവും മജ്ജയും മാംസമുള്ള മനുഷ്യനെ എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ഇത് ആളുകളെ മൊത്തം നന്നാക്കുന്ന പരിപാടിയല്ല. നമുക്ക് രണ്ടുപേരും കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം, അതുപോലെ മറ്റു ഒരുപാട് ആളുകളുടെ പർപ്പസ് ഉള്ള, അല്ലെങ്കിൽ വിജയിക്കാൻ ആളുകളുടെ സമൂഹത്തിന് നന്മയും ചെയ്യാനുള്ള അവസരം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ ഏതൊരു വ്യക്തിക്കാണെങ്കിലും, കള്ളനാണെങ്കിൽ പോലും ഒരു 3 നല്ല വശം ഉണ്ടാവും. ആ നല്ല വശത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അയാൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മൾ ലിസ്റ്റ് ബിൽഡിംഗ് ആയാലും അപ്രോച്ച് ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒന്നിച്ച് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ GTSലേക്ക് ആനയിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്ത് വേണം, ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ആള് മാറാൻ തയ്യാറാവും. അറിയാതെ നമ്മൾ മാറുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകളെ നയിക്കുമ്പോൾ മാത്രമേ, പ്രോപ്പർ ആയിട്ട് ഒരുപാട് ആളുകളെ നയിക്കുമ്പോൾ മാത്രമേ നമ്മൾ മാറുള്ളൂ. നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഞാൻ എന്ന ഭാവം, സെൽഫ് എസ്റ്റീമും അഹംഭാവം രണ്ടാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള നല്ല ഒരു എന്താ പറയുക, ഇമേജ് എന്ന് പറയും. സെൽഫ് ഇമേജ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും. ഈ സെൽഫ് എസ്റ്റീം എപ്പോഴും മറ്റൊരുത്തനെ പരിഹസിച്ചുകൊണ്ടും മറ്റൊരുത്തൻ മോശം ഞാൻ നല്ലതെന്ന് വിചാരിച്ചാൽ സെൽഫ് എസ്റ്റീം അല്ലാതെ അഹങ്കാരമാണ്. അഹം, ഞാൻ എന്ന ഭാവം എന്ന് പറയും. അപ്പൊ ഇതില് ഡയറക്ട് സെല്ലിംഗ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അഹംഭാവം അല്ല വേണ്ടത്, സെൽഫ് എസ്റ്റീം മതി.
സെൽഫ് എസ്റ്റീമിൽ ഒരിക്കലും വേറൊരാളെ പരിഹസിക്കുകയോ വേറൊരാളെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യില്ല. മറ്റൊരുത്തനെ ബഹുമാനിച്ചുകൊണ്ട് എന്റെ വില ഞാൻ കാണുന്നതാണ് സെൽഫ് എസ്റ്റീം. എന്നാൽ മറ്റൊരുത്തനെ പുച്ഛിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്റെ മനസ്സിൽ താത്തിക്കെട്ടി കണ്ടുകൊണ്ട് ഞാൻ മാത്രം ശരി വിചാരിക്കുന്നതാണ് അഹംഭാവം. അഹംഭാവമാണ് നമുക്ക് ഉണ്ടെന്നെങ്കിൽ 16ന്റെ പണി മേലെന്ന് വരും. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ വിളവനാണ്, നമ്മൾ ചെയ്തതിന് നമ്മൾ തന്നെ പ്രശംസിക്കാണ്, ഞാൻ വലിയ ആളാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ 8ന്റെ പണിയല്ല 16ന്റെ പണി മേലെന്ന് വരും. അതുകൊണ്ട് സെൽഫ് എസ്റ്റീമും സെൽഫ് ഇമേജും നല്ല നമ്മളെ കുറിച്ചുള്ള ഇമേജ് എന്ന് പറയില്ലേ, അത് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ മനസാക്ഷി ക്ലിയർ ആവണം. അപ്പൊ ഇത് എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വർക്ക് ചെയ്യേണ്ടത്. അതാണ് എന്ത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് വേണ്ട വെച്ചാൽ ഇതിന്റെ ഒരു ഭാഗമായിട്ട് എന്ത് വേണം, നമ്മൾ സ്പോൺസർ ആയാലും ഇവരൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കണം. നമ്മൾ ഏത് സ്റ്റേജിൽ കയറിയാലും നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആളെ മറന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തി ചിലപ്പോൾ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളെ കൊണ്ടുവന്നിട്ട് അയാൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വരെ ഗ്രോ ചെയ്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളെക്കാട്ടും 10 റാങ്ക് മുകളിൽ ചിലപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടാവും. ബിസിനസ്സിൽ കൊണ്ടുവന്ന ആൾ ഇപ്പോഴും സ്റ്റാർ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ ITC ആയിട്ടുണ്ടാവും. ITC അല്ല ഡയമണ്ട് അല്ലെങ്കിൽ ക്രൗൺ അംബാസഡർ ആയാലും നമ്മളെ കൊണ്ടുവന്ന ആളെ ഒരു വേദിയിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിസ്മരിച്ചുകൊണ്ട് നന്ദിയോടെ ഓർക്കാതെ നമ്മൾ ഒരിക്കലും ഗുരുത്തം പിടിക്കില്ല, നമ്മൾ ഗ്രോ ചെയ്യില്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതൊന്ന്. രണ്ടാമത്, ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സത്യസന്ധതയുടെ പുറത്ത് നമ്മുടെ മനസാക്ഷിയെ എന്താ പറയാ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ബിസിനസ്സാണ്. മനസാക്ഷി മുറുകെ പിടിക്കുക, നമ്മൾ ജെന്യൂൻ ആവാൻ നോക്കുക. ഇതിൽ അത്ര മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. ജെന്യൂൻ ആവാൻ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്, റിസൾട്ട് വരില്ല, അതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ജെന്യൂൻ അല്ലാത്തതുകൊണ്ടാണ്. നമ്മളുടെ പണി എന്താന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് മാർക്ക് ഇടുക, ഒരിക്കലും വേറൊരാൾക്ക് മാർക്ക് ഇടാൻ പോകരുത്. നമ്മൾ നമുക്ക് മാർക്ക് ഇടണം. ഞാൻ എന്റെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഞാൻ എന്ത് ചെയ്യണം, എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്റെ അത്രയും മനസാക്ഷി സൂക്ഷിപ്പാനായിട്ടുള്ള ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരോട് ഞാൻ പറയാറുണ്ട്, കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞുതരാൻ വേണ്ടി പറയാറുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വേറൊരാൾക്ക് മാർക്ക് ഇടാൻ പോകരുത്. വേറൊരാൾക്ക് മാർക്ക് ഇടാൻ പോയാൽ ഒരിക്കലും നമ്മൾ ഗ്രോ ചെയ്യില്ല. നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവും പറഞ്ഞ് നടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഒന്ന്, നമ്മളോട് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞു കൊടുക്കുക. മറ്റൊരുത്തന്റെ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പോയി കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, നമ്മൾ മാത്രമേ കണ്ടു. പക്ഷെ കണ്ട ഒരാൾ, നമ്മുടെ മനസാക്ഷി മുകളിൽ കണ്ട ഒരാളുണ്ട് മേലെ. വേറെ ഒരു ലീഡറുടെ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെടുത്ത് ഒരു നെഗറ്റീവ് അദ്ദേഹത്തിന് പറഞ്ഞ് നമുക്കൊരു സമാധാനം, ഒരു കുയിന്തും കുന്നായ്മയും പറഞ്ഞിട്ട് ഒന്ന് നെഗറ്റീവ് അയാളുടെ ചാർജ് ഒന്ന് ഇറക്കിയെന്നുണ്ടെങ്കിൽ എന്റെ 10 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരു കാരണമില്ലാതെ മുകളിലുള്ള ആൾ നെഗറ്റീവ് ആക്കി തരും. അതിന് ഒരു കാരണവും വേണ്ട, അവരുടെ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കി തരും. പണി മേലെന്ന് വരും. 8ന്റെ പണിയല്ല 16ന്റെ പണി വരും. നമ്മൾ വലിയ വിളവൻ, അതിലേറെ വലിയ വിളവ് മുകളിൽ ഇരിക്കുന്നുണ്ട്. നമ്മളല്ല വലിയ വിളവൻ, നമ്മൾ മജ്ജയും മാംസം വെച്ച വെറും വിഡ്ഢിയായ മനുഷ്യൻ മാത്രം. പടച്ചവന്റെ പടപ്പ് എന്ന് പറയില്ലേ, അത് മാത്രമേ ഉള്ളൂ നമ്മൾ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആരും കുതികാൽ വെട്ടാൻ പോകരുത്. ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കില്ല. നിങ്ങൾ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടും വേറൊക്കെ പാര വെച്ചിട്ടും നമ്മളെ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവനെ മറന്നിട്ടും നന്ദികേട് കാണിച്ചിട്ടും നമ്മൾ ഗ്രോ ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് പോകാം. അവിടെയാണെങ്കിൽ നമ്മൾ കുറച്ചു കാലമൊക്കെ നിലനിന്നു വിചാരിക്കും. പക്ഷേ ഈ ട്രഡീഷണൽ ബിസിനസ് വരെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഉള്ള ആളാണ്. ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എന്താ അറിയോ, നമ്മൾ ജയിക്കാൻ വേണ്ടി കളവ് അറിയാം. അതൊക്കെ നമ്മൾ മനസാക്ഷി കാണുന്നുണ്ട്. ഏട്ടാ വിളവാ, ജയിക്കാൻ വേണ്ടി നമ്മൾ കളവ് അറിയാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ആരും കാണുന്നില്ല എന്ന് വെച്ചിട്ട് കളവ് പറയാം. അങ്ങനെ പലതും ഉണ്ടാവും നമ്മൾ ചെയ്യുന്നുണ്ടാവും. എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറ്റക്കാരനാവാൻ പാടില്ല. ഇതാണ് മനസാക്ഷി കുത്ത് എന്ന് പറയാം. ഈ മനസാക്ഷി തന്നെയാണ് മുകളിലുള്ള ആളും നമ്മുടെ മനസാക്ഷി രണ്ടും ഒന്നാണ്. ഇനി ഉള്ള മനസാക്ഷി കുത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഉള്ള മനസാക്ഷി ക്ലിയർ ആവുന്നുണ്ടാവും നമുക്ക്. എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പൊ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാ അറിയോ, നമ്മൾ പുറത്തൊന്നും ഉള്ളിൽ വേറൊന്നും ആവാതിരിക്കുക. പുറത്ത് സോപ്പിട്ടോണ്ടോ നമ്മൾ നല്ലത് പറഞ്ഞോണ്ടോ ഒന്നുമില്ല. നമ്മളൊരു അമിത സ്നേഹം കാണിക്കണ്ടേ, അമിത ലോക്യം കാണിക്കണ്ടേ, വലിയ ഡയലോഗ് പറയേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളെ ഉള്ളിൽ നമ്മൾ ജെന്യൂൻ ആണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായാൽ മതി. അത് തന്നെയാണ് നമുക്കിടുന്ന മാർക്കാണ് നമ്മളെ യഥാർത്ഥ മാർക്ക്. മനസാക്ഷി ഇടണം. നമ്മളെ ബാഹ്യമായി നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള നമുക്കിടുന്ന മാർക്കാണ് നമ്മൾ യഥാർത്ഥം. ആ മാർക്ക് കൂട്ടാൻ നോക്കുക. അപ്പൊ എന്റെ ഉള്ളിലുള്ള പ്രവീൺ, ഉള്ളിലുള്ള മനസാക്ഷി എനിക്കിടുന്ന മാർക്ക് ഞാൻ കൂട്ടാൻ നോക്കുന്നതിനനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ വരിക. പ്രത്യേകിച്ചും ഡയറക്ട് സെല്ലിംഗ് കൂടി കണക്ട് ചെയ്താൽ ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റുള്ളതല്ല. അപ്പൊ ആ ഒരു മാർക്ക് കൂടുന്നതിനനുസരിച്ച് എന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, എന്റെ സ്വീകാര്യത, മറ്റുള്ളവരുടെ സ്വീകാര്യത, എന്റെ സമീപനം മറ്റുള്ളവർക്ക് എന്നോടുള്ള സമീപനം, ഇതൊക്കെ മാറ്റം വരുന്നുണ്ടാവും. ഇതിനനുസരിച്ച് ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ ലീഡർഷിപ്പ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക. നമ്മുടെ സ്വാധീന വലയം ഉണ്ടല്ലോ, നമ്മുടെ സ്വാധീന വലയം കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ടീം വലുതാകാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയില്ലേ, നമ്മൾ കുറെ ആൾ വന്നു കുറെ ആൾ ഒഴുകിപ്പോയി, പിന്നെ നമ്മൾ കുറെ ആൾ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഈ കുറെ ആൾ ഒഴുകി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ
വന്ന ആളെ പിടിച്ചു നിർത്താൻ മാത്രമുള്ള ലീഡർഷിപ്പ് നമ്മൾ ആർജിച്ചിട്ടില്ല. അതിനുള്ള ആ വ്യക്തികൾ ഇത്രയും ആളെ എണ്ണം കൂടുന്നതനുസരിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, സ്വാധീനം ചെലുത്താനുള്ള, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് അവരുടെ ചിന്താധാരണ പകരാനുള്ള, ആ സ്വാധീന വലയം ഉണ്ടാക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, ലീഡർഷിപ്പിലേക്ക് ഞാൻ വളർന്നില്ല. അല്ലാതെ പോയ ആളെ കുറ്റം കൊണ്ടല്ല, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എന്താ വേണ്ടത്? വരുന്ന ആള് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ആളെ പിടിച്ചു നിർത്താൻ എന്ത് വേണം വെച്ചാൽ, ചെടി നട്ട പോലെയാണ്. മണ്ണൊലിപ്പ് ഇത് അല്ലേ, പുല്ലുള്ളിടത്ത് മണ്ണൊലിപ്പ് ഉണ്ടാവില്ല. ആ സമയത്ത് ഈ പറഞ്ഞ അടിപ്പുല്ലില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുന്ന പറയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. അതുപോലെ ഇവിടെ പുല്ല് എന്ന് പറയുന്നത് നമ്മളെ ലീഡർഷിപ്പാണ്. ഇതിനെ നമ്മുടെ ക്വാളിറ്റി, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ റാങ്ക് അല്ല കേട്ടോ. ഞാൻ STC എന്ന് പറഞ്ഞത് റാങ്ക്, ഞാൻ STC ആയതുകൊണ്ടോ RTC ആയതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അപ്പൊ ആ ഒരു നമ്മളുടെ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി യഥാർത്ഥത്തിൽ ജെന്യൂൻ ആവണം. ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ റാങ്ക് കൊണ്ട് ഒരു കാര്യമില്ല. ഈ പ്രവീൺ ജെന്യൂൻ അല്ലെങ്കിൽ ITC ആയിട്ടും കാര്യമില്ല. ഒരു വ്യക്തി എന്ത് ചെയ്യില്ല, ഒരാളും അംഗീകരിക്കാനും പോകുന്നില്ല, ഒരു വ്യക്തിയിലും നമുക്ക് സ്വാധീനം ചെലുത്താനും പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണ്ടത്, ഇത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഇത് വളരുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നേരത്തെ ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പഠിക്കുക. എപ്പോഴും പഠിക്കുക അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മൾ ചെയ്യാതെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 150 കോടി ജനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. 50 ലക്ഷം ആൾക്കാർ, 50 ലക്ഷത്തിന് മുകളിൽ മലപ്പുറം ജില്ലയിലുണ്ട്. കേരളത്തിൽ ഓരോ ജില്ലയിൽ എടുത്താലും ആവറേജ് 30 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങൾ എടുത്താൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്താൽ ഒരു രാജ്യത്തിന് വേണ്ട ജനസംഖ്യ ഓരോ സംസ്ഥാനത്തും ഉണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 30 രാജ്യം, യൂറോപ്യൻ രാജ്യത്തൊക്കെ നമ്മൾ അറിയില്ലോ ജനസംഖ്യ കുറവോ, 30 രാജ്യത്തേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ ചെയ്യുന്നത് പ്രോപ്പർ ചാനലിലാണെങ്കിൽ, ഒരാളെ ചതിക്കാതെ വഞ്ചിക്കാതെ ആണെങ്കിൽ, ഈ പറഞ്ഞ നമ്മളെ നയിക്കാൻ നമ്മൾക്ക് വേണ്ട ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മളിലേക്ക് വന്നു ചേരും. അതിനുള്ള ആളുകൾ എന്തുണ്ട്, ഇവിടെ ഉണ്ട്. ഒരാളെയും എന്ത് ചെയ്യണ്ട, നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മെല്ലെ മതി എന്നുണ്ടെങ്കിൽ സ്പീഡുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. ആ ആളെ തഴയാന്നല്ല, അയാൾക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സാധ്യത, പിന്നെ മറ്റൊന്ന്, പല ആളുകളും നമ്മൾ മനസ്സിലാക്കണം, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സാധ്യത മനസ്സിലാക്കണം. പല സ്ഥലങ്ങളും പോലും കണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം, പല ജില്ലകളിലെയും പല സ്ഥലങ്ങളും കണ്ടത് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ എന്ന് വെച്ചാൽ പഞ്ചായത്തിന് പുറത്തോ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തോ പോകാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ എപ്പോഴാണ് നമ്മൾ സാധ്യത മനസ്സിലാക്കുക, നമ്മൾ വിചാരിച്ച മാതിരി അല്ല. നമ്മുടെ ഒരു ജില്ലയ്ക്ക് ഇത്രയും വലിയ സ്ഥലങ്ങളും സ്വീകാര്യതയുണ്ട്, ഇത്രയും സ്കോപ്പ് ഉണ്ട്, ഇത്രയും ടൗണുകൾ ഉണ്ട്. നമ്മൾ സംസാരമൊക്കെ പറയുന്ന പോലെ, സംസാരം എപ്പോഴും പറയാം 56 എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ടൗൺ ഉണ്ട് മലപ്പുറം ജില്ലയിൽ. ഒരു മലപ്പുറം ജില്ല മാത്രമല്ല, അങ്ങനെ ഓരോന്നും എടുത്താൽ ഇനി 56 ഇല്ലെങ്കിലും ഒരു 25ഓ 30ഓ ടൗൺ ഓരോ ജില്ലകളിലും ഉണ്ട്. നമ്മൾ നോക്കി നോക്കണം, വ്യത്യസ്തമായ സംസ്കാരം, അതുപോലെ തന്നെ ഓരോ ഏരിയ മാറുമ്പോൾ ഭാഷ പോലും മാറുന്ന ആളുകൾ ഉണ്ട്. ഇത്രയും ടൗണുകൾ മാത്രമല്ല, ജില്ല ഉണ്ട്, ജില്ലയ്ക്ക് പുറത്ത് സംസ്ഥാനമുണ്ട്. 4 കോടി ജനമാണ് കേരളത്തിൽ എന്നുണ്ടെങ്കിൽ 7-8 കോടി ജനങ്ങളുള്ള തമിഴ്നാട് പോലത്തെ, കർണാടക പോലത്തെ സ്റ്റേറ്റുകൾ നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുവാണെന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ ഗ്രോത്തിനനുസരിച്ച് ഇതൊക്കെ എന്ത് മൂവ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും മനസ്സിലാക്കുക എന്ന് പറഞ്ഞതിൽ, ഈ ഡയറക്ട് സെല്ലിങ്ങിലെ സ്കോപ്പ് ഇതിന് പോകുന്നതിനനുസരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ജനസംഖ്യ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കും കൂടി നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള രാജ്യം ഏതാന്ന് വെച്ചാൽ ഇന്ത്യയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ ഒക്കെ വയസ്സന്മാരാന്ന് വിചാരിക്കും, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഒരു വീട്ടിലൊക്കെ യുവാക്കളാണ്. 40 വയസ്സിന്റെ കുറവുള്ള 10 യുവാക്കളുള്ള വീട്, ഒരു ഉമ്മ വാപ്പ, അതുപോലെ തന്നെ 10 മക്കൾ എന്ന് വിചാരിക്കാം. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 40 വയസ്സിന്റെ താഴെയുള്ള മക്കളാണ് അവിടെ ഉള്ളത്. അപ്പുറത്തെ വീട്ടിലും അതേപോലെ തന്നെ 12 ആളുണ്ട്. പക്ഷെ ഈ 12 ആളും ഒക്കെ 60 വയസ്സിന്റെ 70 വയസ്സിനും കഴിഞ്ഞ ആളുകളാന്ന് വിചാരിക്കുക. ആർക്കാവും പ്രൊഡക്ടിവിറ്റി? ഈ 40 വയസ്സിന്റെ ഉള്ളിലുള്ള മക്കളുടെ വീട്ടിലാവില്ലേ? അതേ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള, ജനസംഖ്യയിൽ ഒന്നാമത് നമ്പർ 1 ആണ്. അതിന്റെ പുറത്ത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും യുവജനങ്ങളുള്ള, അഭ്യസ്തവിദ്യരായുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ എന്നുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ മിനിറ്റിലും 6000 കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ 150 കോടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാറുണ്ട്, ഭൂമുഖത്തെ ജനസംഖ്യയുടെ 4/1 നമ്മുടെ രാജ്യത്താണ്. ഇനി അത് തന്നെ 60% ഞാൻ പറഞ്ഞ 40 വയസ്സിന്റെ 35 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളാണ്. ടോട്ടൽ ജനസംഖ്യയുടെ 60% യുവാക്കളാണ്. അവസരം നോക്കുന്ന, അഭ്യസ്തവിദ്യരായിട്ടുള്ള, ചൊടിയുള്ള, ചുറുചുറുക്കുള്ള ആ പ്രായം എന്ന് പറയില്ലേ, കത്തുന്ന പ്രായം എന്ന് പറയും. ആ പ്രായത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പക്ഷേ നമുക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് ഉപകാരപ്പെടണമെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് പങ്കുവെക്കണമെങ്കിലും ഒക്കെ നമ്മൾ പ്രോപ്പർ ആവണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് അറിഞ്ഞുകൊണ്ട്, നമ്മൾ 8ന്റെ പണി കൊടുത്ത 16ന്റെ പണി മുകളിലുള്ള ആൾ നമുക്ക് തരും എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ കറക്റ്റ് ആവാൻ നോക്കുക.
നമ്മൾ കറക്റ്റ് ആവാൻ നോക്കും, നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം നമ്മൾ തോന്നിയ പോലെ ചെയ്യേണ്ട ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിങ്ങിന് നമുക്കറിയാം GTS പ്രാധാന്യം അതിനെ നമുക്ക് നോക്കാം. എന്തിനാണ് GTS എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ നിങ്ങൾ വാങ്ങി. ഞാൻ ഭയങ്കര സംഭവം 1.5 ലക്ഷം രൂപയുള്ള ഐഫോൺ ആണ് ഈ ഫോൺ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ സാധനം പ്ലഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇത്ര പോകുന്ന ചാർജർ വെച്ച് അതിനെ ചാർജ് ചെയ്തിട്ടില്ല, പ്ലഗ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൊണ്ട് 48 മണിക്കൂർ കഴിഞ്ഞ ഒരു ഉപകാരമില്ല. അതുപോലെയാണ് GTS. ഒരാൾ എത്ര സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളോ, ഞാൻ ഭയങ്കര സംഭവമാണ്, 10 ഭാഷ അറിയാം, ഭയങ്കര സ്വാധീന വലയുള്ളത്, ഇതോടൊന്നും കാര്യമില്ല. ഈ ഒരു ഫോൺ അല്ലെങ്കിൽ വില കൂടിയ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ GTS എന്ന് പറഞ്ഞ സംഗതി. ഈ GTS ഇന്നും ഇന്നലെയും പറഞ്ഞല്ല, ലോകത്തെ ഡയറക്ട് സെല്ലിങ്ങിന്റെ തലതൊട്ട് അപ്പനായിട്ടുള്ള ഡെക്സ്റ്റർ യാഗർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയ കാലത്ത് തൊട്ട് ലോകത്ത് ജോയിൻ ചെയ്ത് പിന്നെ ആദ്യകാലങ്ങളിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ആ കമ്പനി അദ്ദേഹം മരിക്കുമ്പോഴേക്കും ആ കമ്പനിന്റെ ലോകത്തുള്ള മൊത്തം ബിസിനസിന്റെ 80% ആ വ്യക്തിയിലായിരുന്നു. സ്വന്തം എയർക്രാഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഈ ആളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ അവസാന വാക്ക് ലോകത്തെ ഡയറക്ട് സെല്ലിംഗ്, ആ വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ ആഴ്ച മീറ്റിംഗുകൾ ഇല്ലാതെ, നമ്മൾ GTS എന്ന് പറയും, ഓരോരോ കമ്പനി ഓരോരോ രാജ്യത്ത് ഓരോരോ പേരാവും പറയുന്നത്. അപ്പൊ വീക്ക്ലി മീറ്റിംഗ് പറയും പൊതുവായിട്ട്, ആഴ്ച മീറ്റിംഗ് മലയാളത്തിൽ. ലോകത്ത് വീക്ക്ലി മീറ്റിംഗ് എന്നാ പറഞ്ഞത്. വിത്തൗട്ട് വീക്ക്ലി മീറ്റിംഗ് ഒരാൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നാണ്, ആഴ്ച മീറ്റിംഗ് ഇല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആഴ്ച മീറ്റിംഗ് ഇല്ലാതെ ഇയാൾ പറഞ്ഞിട്ടുള്ളതാണ്. double-inverted-comma എഴുതി വെച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഒരാൾക്കും റെഗുലർ അല്ലാതെ, ആഴ്ച മീറ്റിംഗ് റെഗുലർ അല്ലാതെ മാസീവ് സക്സസ് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക, 21 GTS നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആലോചിച്ചു നോക്കുക. മിനിമം ഒരു 21 GTS. എന്തൊരു കാര്യം 21 പ്രാവശ്യം ചെയ്താൽ ശീലാവും എന്നാണ് പറയുക. നിങ്ങൾ ആദ്യം 21 പ്രാവശ്യം തുടർച്ചയായിട്ട് മുടങ്ങാതെ GTS അറ്റൻഡ് ചെയ്യാൻ എന്താ പറയുക ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു 21 പ്രാവശ്യം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് പല്ല് വെച്ച് പഠിച്ചാൽ എങ്ങനെയാ, 3 വയസ്സിൽ നമ്മളെ പുറകെ ഓടി വടിയും കൊണ്ട് ഓടിയിട്ടൊക്കെ ഈ പറഞ്ഞ ആദ്യം നമ്മളെ പിടിച്ച് തേപ്പിച്ച് പിന്നെ കയ്യിൽ ബ്രഷ് വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ ഒരു 21 പ്രാവശ്യം 21 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായി ശീലമായി. എന്ത് കാര്യവും 21 തവണ ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്താൽ ശീലാവുന്നതാണ്. GTS ഒരു 21 GTS നിങ്ങൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യും, 21 ആഴ്ച. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ നിർബന്ധിക്കേണ്ടി വരില്ല, അപ്ലൈയും വിളിച്ചിട്ട് വിളിക്കേണ്ടി വരില്ല. ഒരാൾ പിന്നെ ഡൗൺലൈൻസ് പോകണ്ടോ വെച്ചാൽ അതൊക്കെ ചീഞ്ഞ വളവ് എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചീഞ്ഞ വളവ് ഇതിൽ വിലപ്പോവില്ല. നിന്റെ താഴത്തുനിന്ന് ആരെങ്കിലും ഒക്കെ പോകണ്ടോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാ, ഞാൻ പോവുക. അതൊന്നും ഇതിൽ വിലപ്പോവില്ല പറഞ്ഞ സംഗതി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കക്കുണ്ടെങ്കിൽ ഞാനും കക്കാനുള്ള നിലപാടാണ്. എല്ലാവരും കക്കുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവനവൻ കക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരു നിലപാട് വേണം. എന്നെ കണ്ട് എന്റെ ടീം വളരണം. ആദ്യത്തെ കാലം ഞാൻ വെക്കണം. അതാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. നേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളെന്നാണ്. അപ്പൊ വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ടിട്ട് വേണം നമ്മുടെ ടീം വളരാൻ. അപ്പൊ നമ്മൾ മാതൃകയാവണം ടീമിന്. അപ്പൊ 21 GTS പറയാനുള്ളത് വെച്ചാൽ തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്യാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത് ശീലമായിട്ട് മാറും. ഈ വീക്ക്ലി മീറ്റിംഗ് എന്ത് വെച്ചാൽ ബോധപൂർവമായിട്ട് ഒരാഴ്ചത്തെ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ട ചിന്തകൾ ഒരാഴ്ചക്കല്ലേ കൊണ്ടുവരുള്ളൂ. അടുത്ത ആഴ്ചക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ചാർജ് ചെയ്താൽ ഒരു 1.5 ദിവസത്തേക്കുള്ള ചാർജേ കിട്ടുള്ളൂ. 3 മാസം മൊബൈൽ യൂസ് ചെയ്യാനുള്ള ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, 1.5 മണിക്കൂർ ചാർജ് ചെയ്താൽ കിട്ടില്ല. അത് 1.5 ദിവസം കഴിഞ്ഞാൽ പിന്നെയും മൊബൈൽ ചാർജ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മളൊരു GTS അറ്റൻഡ് ചെയ്താൽ ഒരാഴ്ച പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ചിന്ത നമ്മുടെ തലയിൽ വരും. ഈ ചിന്ത വരുമ്പോൾ അതിനുള്ളിൽ ഉണ്ട് കണ്ടിട്ട് കാര്യമില്ല, അതെടുത്ത് പ്രയോഗിക്കപ്പെടാ. നമുക്ക് ഇതിന്റെ ചിന്ത വരുമ്പോഴേ പ്രൊഡക്റ്റീവായിട്ട് നമ്മളെടുത്ത് പ്രയോഗിക്കുള്ളൂ. അതാണ് ഈ പറഞ്ഞ ആഴ്ച മീറ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ ഓരോന്നും ഒരു നമ്മള് ഒരു 6 മാസം പുറകോട്ട് പോകുന്ന GTS മിസ്സാക്കുന്ന ആൾ ഒരാഴ്ചയല്ല നഷ്ടപ്പെടുത്തുന്നത്, ഒരാഴ്ചയല്ല 3 മാസത്തെ അയാളുടെ ഗ്രോത്ത്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഡയറക്ട് സെല്ലിംഗ് പ്രകാരം ഒരു GTS മിസ്സാക്കിയ ആള് 3 മാസം എന്ത് ചെയ്യും, അയാളുടെ സ്പീഡിനെ പുറകോട്ട് അയാളെ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു മെഗാ ഇവന്റ് നമ്മൾ 6 മാസം കൂടുമ്പോഴൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാം ഒരാൾ മിസ്സാക്കി കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കണതന്നെയല്ലേ നമ്മൾ പലരും പറയാ. എപ്പോഴും കേൾക്കണല്ല, അതിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. 6 മാസം നമുക്ക് ഉണ്ടാവേണ്ട ഗ്രോത്തിനെ പുറകോട്ടടിക്കും ഒരു മെഗാ ഇവന്റ് നമ്മൾ നഷ്ടപ്പെടുത്തുക. ഒരു 3-4 മണിക്കൂറുള്ള പരിപാടിയോ. അങ്ങനെ ഫംഗ്ഷൻ ടു ഫംഗ്ഷൻ ആണ് ഡയറക്ട് സെല്ലിംഗ് പറയുന്നത്. സ്റ്റെപ്പ് കയറണമെങ്കിൽ പറയില്ലേ, സ്റ്റെപ്പ് 18ാം പടി കയറണമെങ്കിൽ ഒറ്റയടിക്ക് അടിയെന്നാണ് മേലേക്ക് 18ാമത്തെ സ്റ്റെപ്പ്. ശബരിമലയിലുള്ള ഇതാണ് 18ാം പടി. ഈ 1ാമത്തെ സ്റ്റെപ്പ് മുതൽ 18ാമത്തെ സ്റ്റെപ്പ് വെക്കാണ് കാല് വെക്കാന്ന് വെച്ചാൽ നട പൊളിയാറി നട പൊളിയലേ ഉണ്ടാവും. അതേ സമയത്ത് വെച്ചാൽ 1, 2, 3, 4 കാരണം എത്രണ്ട് വേഗത്തിൽ സ്റ്റെപ്പ് വെക്കുന്നത് അത്രണ്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ ഈ റാങ്ക് ഒക്കെ അടിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാര്യങ്ങൾ അവനവനെ എന്താ പറയാ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ റെഗുലർ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത ആളാണ് ആനുപാതികമായിട്ട് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് ഈ വലിയ റാങ്കിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ലാഗ് ചെയ്യുന്നതിനനുസരിച്ച് മിസ് ആവണതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ ഗ്രോത്ത് മുന്നോട്ടുള്ളത് കുഴിയാന പോണവര് പുറകോട്ട് നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണ്.
എപ്പോഴും ശ്രദ്ധിക്കുക. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ദൈവം നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഷോർട്ട് കട്ടും ഒരു ചീഞ്ഞ വളവും ഇതിൽ വിലപ്പോവില്ല. നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന പരിപാടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാകുക. ഓരോ കാര്യങ്ങളും ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റ് വേണം. പുതിയ ആളെ സ്റ്റാർട്ട് ചെയ്ത ആളെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ കുറ്റമല്ല. ലിസ്റ്റ് ബിൽഡിംഗ് നടത്തണം. വ്യക്തികൾ ഒഴിഞ്ഞു മാറാൻ നോക്കും, ഒരു സംശയമില്ല. ഓരോ കാര്യങ്ങളും ലിസ്റ്റ് അപ്രോച്ചും ഈ പറഞ്ഞ 4 ബേസിക്സ് ഞാൻ എനിക്കറിയാവുന്ന 4 ബേസിക്സ് മുറുകെ പിടിക്കുക. നേരത്തെ പറഞ്ഞു, ഞാൻ GTSന്റെ കാര്യം പറഞ്ഞു. 4 ബേസിക്സ് മുറുകെ പിടിക്കാതെ ഒരാൾക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. 5 ഫിംഗർ റൂൾ പറയും. ടേപ്സ്, ബുക്സ്, ഫംഗ്ഷൻ, അതേപോലെ തന്നെ അപ്ലൈൻ ആൻഡ് പ്രൊഡക്റ്റ്, 5 എണ്ണം പറയും. ഇതാണ് അപ്ലൈ ഈ പറഞ്ഞത്. ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 4 പേരിലോണ്ടും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ 5 ഫിംഗർ റൂൾ എന്ന് പറയും. അതുപോലെ തന്നെ 4 ബേസിക്സ് നമ്മൾ പറയും. ലിസ്റ്റ്, ഇൻവിറ്റേഷൻ ഓർ അപ്രോച്ച്, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. ഈ 4 ഇത് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട കാര്യം 4 ബേസിക്സ് ആണ്. ഈ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു അവസാനിപ്പിക്കാൻ 1 മിനിറ്റിന്റെ ഉള്ളിൽ, 1/2 മിനിറ്റോടെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ ഇതെല്ലാം നമ്മൾ ചെയ്തു. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് റെഗുലർ ആണ്. ഇതാണ് മനസാക്ഷി. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കുന്തവും കടച്ചക്രം ഒക്കെ നമ്മൾ റെഡിയാക്കി, എല്ലാം നമ്മൾ സിൻസിയർ ആയി, പഞ്ച്വലായി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി, ജെന്യൂൻ ആയി, ഒക്കെ ആയി. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഡയറക്ട് സെല്ലിങ്ങിൽ പുഴ അക്കരെ എത്തണമെങ്കിൽ നീന്തണം. വെള്ളത്തിൽ ഇറങ്ങി മാറിട്ട് നീന്തിയാൽ മാത്രമേ അക്കരത്തുള്ളൂ. അതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഇതൊക്കെ കറക്റ്റ് ആണ് തന്നെ വിജയിക്കണമെങ്കിൽ 4 ബേസിക്സ് നമ്മൾ അതിവേഗം അപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അത് ലിസ്റ്റ് ബിൽഡിംഗ് ആണ് ഒന്നാമത്. രണ്ടാമത് അപ്രോച്ച് ഓർ ഇൻവിറ്റേഷൻ ആണ്. ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളതാവാ, അങ്ങോട്ട് പോണതാവാ. അതാണ് അപ്രോച്ച് ഓർ ഇൻവിറ്റേഷൻ. ഒന്നുകിൽ സമീപിക്കുക, അല്ലെങ്കിൽ ക്ഷണിക്കുക. ഒന്ന് ലിസ്റ്റ് എഴുതുക, ഒന്നുകിൽ ഒരു വ്യക്തിയെ സമീപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുക. 2. മൂന്നാമത് ഷോ ദ പ്ലാൻ കാണിക്കുക. 4മത് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. അദ്ദേഹത്തെ കൈ പിടിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക, പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. എല്ലാ വിജയങ്ങളും നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ബിസിനസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ വലിയ ആളാണെന്ന് സ്വയം വിചാരിക്കാതെ നമ്മൾ മാറാൻ തയ്യാറായിക്കൊണ്ട്, മുന്നേ ഉള്ള ആളുകൾ 10-80 വർഷമായിട്ട് വഴി വെട്ടി കാണിച്ചു തന്നിട്ടുള്ള ട്രാക്കിൽ, കറക്റ്റ് ട്രാക്കിൽ പോയിക്കൊണ്ട് വലിയ വിജയങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ എക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട്, രാജ്യത്തിന് കൊടുക്കാൻ കഴിയാത്ത എംപ്ലോയ്മെന്റ് സൈഡിലൊക്കെ തൊഴിലവസരങ്ങൾ രാജ്യത്തിന് കൊടുക്കാൻ കഴിയാത്തൊക്കെ ഡയറക്ട് സെല്ലിംഗ് ത്രൂ നമ്മളിലൂടെ അതിന്റെ ഒരു പങ്കെങ്കിലും ആവാൻ കഴിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മികച്ച വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്.